മരുമോളെ മരുമോളെ എന്റെ മരുമോളെ എന്റെ മരുമോളെ അമ്മേ അമ്മ ഏതാ കാണട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ മരുമോളെ അതെ അമ്മ ഏതാ അടങ്ങ് ഇറക്കാൻ ഞാൻ പറയാം അയ്യോ നല്ല നിറം നല്ല ഭംഗി നല്ല തലമുടി ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അതോ നിങ്ങളാരാ ഞാൻ ആരാണോ ഞാൻ ആരാന്ന് ആരാ ശരിക്കും ഞാൻ ആരാന്നോ ആ കുറച്ചു മുമ്പ് ഇവിടെ വന്നായിരുന്നു ഒരു സുഖു കല്യാണക്കുറി കൊണ്ട് വന്നായിരുന്നു ഓഹോ സുഖുവിന്റെ അമ്മയാ ഞാന് പ്രായപൂർത്തിയായോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലേ നിങ്ങൾ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ലയോ അതിന് ചോദിക്കാൻ വന്നതാ ഞാന് മോളെ കെട്ടിച്ചു തരുമോന്ന് ചോദിക്കാൻ വന്നതാ ഞങ്ങൾ നല്ല അന്തസ്സോ ആഭിജാത്യോ കുടുംബ മഹിമയുള്ള വീട്ടുകാരാ ആണോ പിന്നല്ലയോ ശരി ആ എന്റെ ഭർത്താവ് എന്നെ കെട്ടിയത് എങ്ങനെയാണെന്നറിയോ സ്വയംവരമായിരുന്നു സ്വയംവരം അതൊക്കെ പണ്ട് കാലത്തല്ലേ വില്ലൊക്കെ ഓടിച്ചിട്ട് ആട്ടെ ഭർത്താവ് എന്താ ചെയ്തത് ഭർത്താവ് എന്താ ചെയ്തെന്ന് വെച്ചാൽ വലിയൊരു മതിലായിരുന്നു ആ മതില് ചാടി അപ്പുറത്തെത്തിയതും നാട്ടുകാരെല്ലാരും കൂടെ അങ്ങ് പിടിച്ചങ്ങ് സ്വയംവരം ചെയ്തങ്ങ് വിട്ടു നീ കൊച്ചെ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ സുഗുനെ നീ കെട്ടിയേ പറ്റൂ ഞങ്ങള് കുറിയടിച്ചു പോയി നാണക്കേടാണെന്നേ എന്നോട് ചോദിക്കാതെ എന്തിനാ അങ്ങനെ ചെയ്ത് അയ്യപ്പ നിന്നോട് ചോദിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിന്നെ അവൻ ഇഷ്ടപ്പെട്ട് ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കുകയും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് പോലെയാണല്ലോ അയ്യോ എന്റെ പൊന്നു മുടിയൻ ചെറുക്ക ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആഗ്രഹം കാണും അപ്പൊ നമ്മൾ അതങ്ങ് സാധിച്ചു കൊടുക്കണം നാണം കണ്ട അയ്യോ എന്റെ മോന്റെ നാണം കണ്ട അയ്യോ കണ്ട വാടാ വാടാ മോനെ അതാട്ടോ ചെരുപ്പ് കൊണ്ട് നാണം ഇങ്ങനെ നാണം വരട്ടെ കളം വരയ്ക്കാണ് കവളൊക്കെ ചുമന്ന് തുടുത്തങ്ങ് ചേട്ടാ കളം വരക്കണ്ട നിർത്തിക്കോ കളം വരച്ചതല്ല പിന്നെ ഒരു പിഴച്ച ഇറങ്ങനോട് ബബിൾക്കും തുപ്പിട്ടുണ്ടായിരുന്നു ഞാൻ കയറി ചവിട്ടി ഇതിപ്പോ താലേന്ന് പോകുന്നില്ല അമ്മ എല്ലാം പറഞ്ഞു ഓക്കെ ആക്കി വെച്ചേക്കുവാ ഉടനെ എന്നെ കല്യാണം ഉണ്ട് ആ ഞാൻ ഓക്കെ ആക്കിയിട്ടൊന്നുമില്ല പക്ഷേ നീ 5 മിനിറ്റ് മിണ്ടായിരിക്കാവോ ഞാൻ ഈ കല്യാണം നടത്താം മക്കളെ മക്കൾക്ക് എന്റെ മോനെ കേട്ട സമ്മതമാണോ കണ്ടോ മൗന സമ്മതം മിണ്ടുന്നില്ല അതെ നമുക്ക് ഹണിമൂൺ മൂന്നാർ പോണോ അതോ ബോൾഗാട്ടി ഹണിമൂണിന്റെ കാര്യം പറയുന്നത് അമ്മ വരണ്ട ഞങ്ങൾ രണ്ടുപേരെ പോണേ അത് ശരിയാണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെ ടാക്സി പോകണോ അതോ ബൈക്ക് പോയി നിക്കാമോ ഇപ്പൊ തന്നെ ശ്രീധരൻ തരാൻ പോവാണോ അതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ച പാരന്റ്സിനോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ അവരുടെ പാരന്റ്സിന് അച്ഛനും അമ്മയുടെ നിങ്ങളാണോ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും സമ്മതിക്കില്ല അതാണ് കിടക്കുന്ന ചട്ടിയും ചോറും ഇടക്കിട്ട് കേറി വരല്ലേടാ അപ്പൊ ഈ കൊച്ചിന് സമ്മതമാ വീട്ടുകാരെ സമ്മതിക്കാത്തതുകൊണ്ടാണ് അവള് സമ്മതിക്കാത്തത് അപ്പൊ മോൻ എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാവോ എനിക്ക് പാരന്റ്സിനെ എനിക്കറിയാലോ ഞാൻ അവരെ പറഞ്ഞ് സമ്മതിക്കും അവരുടെ പ്രശ്നമാണെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് സമ്മതിച്ചോളാം ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു വൃത്തികെട്ട ഒരു ശരീരം ഷേപ്പ് ഒക്കെ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയാറിഞ്ഞ അപ്പം അവരുടെ കേസ് പറഞ്ഞു ഓക്കെ അപ്പൊ എനിക്ക് വിശ്വസിക്കാം അപ്പം അവരുടെ പേരന്റ്സിന്റെ കേസ് ഓക്കെ ആക്കിയ സ്ഥിതിക്ക് ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം ബാക്കിയുള്ളവര് എന്റെ 3 ഭാര്യയും 6 മക്കളും ആ 3 ഭാര്യ 6 മക്കളൊക്കെ ഉള്ള ആളാണോ കല്യാണം ആലോചിക്കാൻ വരുന്നത് മഹാഭാവിയെ ചതിച്ചല്ലോടാ ഈ പെട്ടെന്നുള്ള ചതിച്ചല്ലോടാ നീ കുടുംബത്തിലെ ദോഷം പഠിച്ച് വെച്ചല്ലോടാ നീ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ 3 ഭാര്യ 6 മക്കളൊക്കെ ഉള്ള കാര്യം അറിയില്ലായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നടാ പൊന്നുമോനെ എനിക്ക് 2 ഭാര്യ 4 മക്കളും ഉള്ള കഥ മാത്രമേ അറിയത്തുള്ളൂ ബഹളം വെക്കണമെന്ന് ഇപ്പൊ ഇങ്ങനെയാണ് ബഹളം വെക്കുക എന്റെ 5 ഭാര്യയുടെ കാര്യം അറിയുമ്പോ അമ്മ എങ്ങനെ കിടന്ന് ബഹളം വെക്കൂ പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടന്റെ പാത പിന്തുടരാൻ പറ്റുമേ അപ്പൊ അടുത്ത മാസം 25-ാം തീയതി ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ കേട്ടോ ഞാൻ വരുവേ സമ്മതിപ്പിച്ചേക്കണേ കുടുംബത്തിലോട്ട് ഞാൻ പൊന്നുകളെ തന്നെയാണ് ഓൾ ദി ബെസ്റ്റ്